തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ വിവാദം കത്തുന്നതിനിടെ വെളിപ്പെടുത്തലുമായൊരു വീട്ടമ്മ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ തങ്ങളുടെ മേൽവിലാസത്തിൽ 6 കള്ള വോട്ടുകൾ ചേർത്തു എന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രസന്ന അശോകൻ 24-നോട് പറഞ്ഞു. 6 പേരുടെ വോട്ട് ഈ ഫ്ലാറ്റിൻ്റെ ഇതിൽ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലെ ആൾക്കാരൊന്നും ഞങ്ങൾ അറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കളും അല്ല, ആരുമല്ല. ഞങ്ങളിപ്പോൾ ഇതിൽ 4 വർഷമായി താമസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ നമ്പറിൽ വോട്ട് ഇത്ര പേര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്തു, പക്ഷെ പിന്നെ ഒരു അന്വേഷണ കാര്യങ്ങൾ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പൂച്ചിനിപ്പടത്താണ് ഞങ്ങളുടെ വോട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ മാത്രമാണ് ഇവിടെ ചേർത്തത്. എൻ്റെ വോട്ട് അവിടെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് LDF-ഉം UDF-ഉം ആവശ്യപ്പെട്ടു. സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന നിസ്സംഗമായ സമീപനം, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതും, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർക്ക് 2024 ലോക്സഭ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ സൈറ്റ് ബ്ലോക്കാണ്. ഭരണത്തിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ മാനിപ്പുലേറ്റഡ് വിക്ടറി ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള വസ്തുത തന്നെയാണ്. ഞങ്ങൾ ഇത്തരം സംശയകരമായിട്ട് വിജയമുണ്ടെന്ന് തോന്നുന്ന മണ്ഡലങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ എന്തായാലും KPCC ഗൗരവതരമായിട്ടെടുത്ത് പാർട്ടി അത് പരിശോധിക്കും. അവിടുത്തെ വോട്ടർ പട്ടികയുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി എവിടെയൊക്കെ ഇതുപോലെ വ്യാജ വോട്ടർമാരുണ്ടായിട്ടുണ്ടെന്നത് പരിശോധിക്കും. അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും. സൂരജ് 2019 അപേക്ഷിച്ച് തൃശ്ശൂരിൽ മാത്രം വല്ലാത്ത രീതിയിൽ വോട്ട് കൂടി എന്ന ആരോപണം നേരത്തെയും കേട്ടതാണ്. ഇതിപ്പോൾ ഒരു വീട്ടമ്മ പറയുകയാണ്, അവരുടെ അഡ്രസ്സിൽ ഏതൊക്കെയോ പേരുകാർ, ഇതേ അഡ്രസ്സിൽ തങ്ങൾക്കറിയാത്തവർ 1, 2, 3 6 പേർ ഒരേ അഡ്രസ്സിലുണ്ടായി എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് അതിൽ? കോൺഗ്രസിനും BJPക്കും പരാതി ഉണ്ടാവേണ്ടതാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം എങ്ങനെയാണ്? BJPക്ക് പരാതി ഉണ്ടോ സൂരജ് വിഷയത്തിൽ? ഹാഷ്മി, ഇതുവരെയും ഈ വിഷയത്തിൽ BJP സംബന്ധിച്ച് ഒരു പരാതിയും അവർ ഉന്നയിക്കുന്നില്ല. മറിച്ച് അവർ പറയുന്നത് LDF-ഉം UDF-ഉം തങ്ങളുടെ വിജയം അംഗീകരിക്കാതെ നടത്തുന്ന പ്രസ്താവനകൾ മാത്രമാണ് ഇതെന്നുള്ളതാണ് BJP ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ അത് അക്ഷരാർത്ഥത്തിൽ BJPയെ വെട്ടിലാക്കുന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ദിവസം, അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായത് ഈ പൂങ്കുന്നത്തെ ഈ ഫ്ളാറ്റിനോട് ചേർന്നുള്ള ബൂത്തിലായിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നു, അതായത് അവിടെ പ്രതിഷേധവുമായി എത്തിയ LDF പ്രവർത്തകരടക്കം പറഞ്ഞിരുന്നു, ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച ഈ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ആ ആരോപണത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ, രാഹുൽ ഗാന്ധിയുടെ തുടരാരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നു. രാഹുൽ ഗാന്ധി വലിയ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ സുനിൽകുമാർ വീണ്ടും പഴയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വീട്ടമ്മ ഈ സംഭവത്തിൽ ഒരു നിർണായക വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. പ്രസന്ന പറയുന്നത്, താൻ ഈ ഫ്ളാറ്റിൽ 4C എന്ന് പറയുന്ന ഫ്ളാറ്റിൽ താമസിക്കുകയാണ്, 4 വർഷമായി താമസിക്കുന്നു. തൻ്റെ അഡ്രസ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 6 പേർ, തനിക്ക് ഒരു പരിചയവുമില്ല, ഈ ഫ്ളാറ്റിലുള്ള ആളുകൾക്ക് പരിചയമില്ല, അങ്ങനെ ഒരു പരിചയവുമില്ലാത്ത 6 വോട്ടർമാർ തൻ്റെ അഡ്രസ്സിൽ ഇവിടെ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വോട്ടർ പട്ടിക നമ്മൾ അശോകന്റെ സ്വന്തം ഫ്ളാറ്റാണോ, വാടകയ്ക്ക് താമസിക്കുന്നതാണോ? ഇനി വാടകയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെ ബന്ധുക്കളോ ആണോ എന്ന് അറിഞ്ഞൂടല്ലോ നമുക്ക്. ഹാഷ്മി, ഈ പ്രസന്ന വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഈ സംശയം ഞാനും ആ സമയത്ത് പ്രസന്നയുമായി സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി ചോദിക്കുകയും ചെയ്തു. അതിൽ പ്രസന്ന പറയുന്നത് ഈ ഫ്ളാറ്റ് ഉടമയല്ല, ഉടമയുടെ ബന്ധുവുമല്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രാദേശികമായുള്ള പൊതുപ്രവർത്തകരൊക്കെ ഇതാരാണ് എന്ന് അന്വേഷിക്കാൻ ശ്രമം നടത്തി. ഇനി പൂങ്കുന്നത്തോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെയുള്ള ആളുകളാണോ എന്ന് അവരും പരിശോധിച്ചു. പക്ഷേ അവർക്ക് ഇതാരാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് ഇലക്ഷന് 2 ദിവസം മുൻപ് ജില്ലയുടെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഔദ്യോഗികമായി തന്നെ പ്രസന്നയെ കൊണ്ട് ഒപ്പിടിച്ച് ഈ ഒരു പരാതി നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുനിൽകുമാറിനടക്കം നൽകിയ മറുപടിയിൽ പറയുന്നത് ഇത്തരം പരാതികളെല്ലാം തീർപ്പാക്കി എന്നുള്ള വിചിത്രവാദമാണ് ജില്ലാ കളക്ടർ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ
ഈ പ്രസന്നയുടെ ഒരു മൊഴി സാമാന്യ യുക്തി പ്രകാരം തന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഒന്നിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി ലഭിച്ച ആ വീട്ടമ്മയോടെങ്കിലും മൊഴി രേഖപ്പെടുത്തേണ്ടതായിരുന്നു. അതൊന്നുമില്ലാതെ ഈ പരാതി തീർപ്പാക്കിയെന്ന വിചിത്രവാദമാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തുന്നത്. കാശ്മീർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ക്രിമിനൽ നടപടി കുറ്റമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ ഒരു അഡ്രസ്സ്, അതായത് ഈ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിക്ക് സമാന്തരമായി തന്നെ അവർ ഒരു വാടക ചീട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാടക ഉടമ്പടി ഉണ്ടാക്കുന്നു. അതെല്ലാം വച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് തീർത്തും മാനിപ്പുലേറ്റ് ചെയ്ത് ആ വോട്ട് അവരുടെ പേരിൽ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അതൊക്കെ ഒരിക്കലും ഈ വ്യാജരേഖ ചമക്കൽ അത്തരം നടപടികളുടെ ഭാഗമായി തന്നെ വരുന്നതാണ്. കൃത്യമായ ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ട കുറ്റകൃത്യമാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടത്. ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ LDFും എല്ലാം ആരോപിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ പലയിടങ്ങളിലും ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് ഈ ആലത്തൂർ മണ്ഡലങ്ങളിൽ നിന്നടക്കമാണ് കൂടുതലും ചേർത്തിരിക്കുന്ന. ആലത്തൂർ മണ്ഡലം, അതോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകൾ, തൃശ്ശൂർ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന സമീപ പഞ്ചായത്തുകൾ, അവിടെയെല്ലാം ഉണ്ടായിരുന്ന BJPയുടെ കേഡർ വോട്ടുകളാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ സഹോദരന്റെയും അടക്കം 11 വോട്ടുകൾ ഈ തൃശ്ശൂരിലേക്ക് മാറ്റിയത് കാണിച്ചിരുന്നു. പിന്നീട് ആ വീട് തന്നെ ഒരു ബോംബെ പാർട്ടിക്ക് വിറ്റു. ഇവർ വാടകയ്ക്കായിരുന്നു അവിടെ താമസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ വീട് പിന്നീട് ഒരു ബോംബെ പാർട്ടിക്ക് കൈമാറിയതടക്കമുള്ള തെളിവുകൾ DCCയും പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോൾ DCCയും കോൺഗ്രസും LDFും ഒക്കെ ഉയർത്തിപ്പിടിച്ച ആരോപണം എന്താണോ ആ ആരോപണം ശരിവെക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. അതിൽ അന്വേഷണം അടക്കം ആവശ്യമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്നത് വെറുതെയാണെന്നും കേരളത്തിലും ഇതൊക്കെ വളരെ വ്യാപകമായി നടക്കും എന്നുള്ളത് കേരളത്തിനോട് നാണക്കേടാണല്ലോ, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല, നമുക്കൊക്കെ നാണക്കേടാണ് ആ വീട്ടമ്മ പറയുന്ന കാരണങ്ങൾ. ഇപ്പോൾ ആ സുരേഷ് ഗോപിയുടെ വീട്ടുകാർക്ക് താമസം തിരുവനന്തപുരത്താണ്. അവർ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ഇവിടെ വന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി താമസിച്ചു, വോട്ടർ പട്ടിക പേര് ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ അവരോട് പോയി. നിയമപ്രകാരമാണ് എന്ന് പറയുമ്പോൾ പോലും അതിനൊരു മാനിപ്പുലേഷൻ ഇല്ലേ, ഉണ്ട്. പോട്ടെ, അതിന് സുരേഷ് ഗോപി ബന്ധുക്കളാണെന്ന് പറയാം. ഇത് എവിടെയും അറിയാത്ത ഒരു ഫ്ലാറ്റിൽ അത് താമസിക്കുന്ന ആൾക്കാർക്കറിയില്ല, ആ ഫ്ലാറ്റിൻ്റെ ഓണർക്കറിയില്ല 6 പേർ ആരാണെന്ന്. 6 പേർ ആ വിലാസത്തിൽ വന്ന് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഉറപ്പായും തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.